Yo guys, and welcome back to the video of Innovative Dude. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ വീഡിയോ ആണ് ഗൈസ്. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിനും വേണ്ടിയിട്ടും. മിക്ക പേരും വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് കൈൻമാസ്റ്റർ. കൈൻമാസ്റ്റർ എന്ന് പറഞ്ഞാൽ നല്ലൊരു കിടിലൻ സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞാൽ മൊബൈൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് എവർ ആപ്ലിക്കേഷനാണ് കൈൻമാസ്റ്റർ. നിങ്ങൾക്കിത് അറിയാമെന്നുള്ളതായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ കൈൻമാസ്റ്ററിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇത്ര ടഫാണെന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. ആദ്യമായിട്ട് കൈൻമാസ്റ്റർ ഡൗൺലോഡ് ചെയ്യുന്നവർ മിക്ക പേര് പറയുന്നുണ്ട് കൈൻമാസ്റ്ററിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പാടാടാ, അതിനേക്കാളും നല്ല ഇൻഷോട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇൻഷോട്ട് യൂസ് ചെയ്തിട്ട് കൈൻമാസ്റ്റർ യൂസ് ചെയ്യുമ്പോൾ നല്ല പാടായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അവർ പിന്നെയും കൈൻമാസ്റ്ററിലോട്ട് വന്ന് അവർ പഠിക്കുമ്പോൾ ആ കൈൻമാസ്റ്റർ തന്നെയാണ് ബെസ്റ്റ് എന്ന് അവർക്ക് തോന്നിയിട്ട് പിന്നെ കൈൻമാസ്റ്റർ യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമ്മൾ കൈൻമാസ്റ്ററിൽ എഡിറ്റ് ചെയ്യുന്നത് മാത്രമാണ് സംശയങ്ങൾ ചോദിക്കാറ്. പക്ഷേ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എക്സ്പോർട്ട് ചെയ്യുന്നതിൽ അവിടെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ സൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എവിടെയാണ് നമുക്ക് ഫ്രെയിം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബിറ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കെർസർ കാണും. അത് നീക്കാനും മാറ്റാനും ഒക്കെ സഹായിക്കുന്ന പറഞ്ഞ ഒരു ഇത് കാണും. അതിൽ മിക്ക പേരും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ കെർസറിനെ പിടിച്ച് വലിച്ച് അങ്ങ് അറ്റം വരെ അങ്ങ് നീട്ടി വയ്ക്കും. വലിച്ചങ്ങ് അറ്റം വരെ നീട്ടി വയ്ക്കുമ്പോൾ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്പോർട്ടിങ് ടൈം കുറേ സമയം എടുക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിലെ സ്റ്റോറേജും അതുപോലെ തന്നെ ഫില്ലാവുന്നു, പെട്ടെന്ന് തന്നെ ഫില്ലാവുന്നു. ഗായ്സ്, അപ്പോൾ ഇതൊക്കെ ശരിയാണോ? എങ്ങനെയാണ് എക്സ്പോർട്ടിങ് മെത്തേഡ്? സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെയാണ് വീഡിയോസ് എക്സ്പോർട്ട് ചെയ്യാനുള്ളത്, അതായിരുന്നു ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ഗായ്സ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കൈൻമാസ്റ്റർ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ കൈൻമാസ്റ്റർ ഞാൻ അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ സാധാരണ കൈൻമാസ്റ്ററിൽ ചെയ്യുന്ന പോലെ നമ്മൾ 16:9 യൂട്യൂബേഴ്സ് ആണെങ്കിൽ 16:9 എടുക്കുക. 16:9 എടുത്തതിന് ശേഷം നിങ്ങളെ ഗാലറി ആദ്യം ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ ഞാൻ ആദ്യം ഒരു വീഡിയോ ഇവിടെ എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്ത വീഡിയോയുടെ ഒരു തുടക്കം തന്നെ ഞാൻ എടുക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് ചെയ്ത വീഡിയോ എന്നിട്ട് ഓക്കെ കൊടുക്കുകയാണ് ഗൈസ്. അതിനുശേഷം ഞാൻ അവിടെ ഒരു എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഇൻ്റർഫേസിൽ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ റെസൊല്യൂഷൻ ഇപ്പോൾ ഇവിടെ HD 720p ആണ്. അപ്പം നിങ്ങളുടെ ഫോണിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ മൊബൈൽ വാങ്ങുന്നവരാണെങ്കിൽ അതിൽ ചിലവർക്ക് 4K വരെ സപ്പോർട്ട് ആവുന്നവരുണ്ട്, ചിലവർക്ക് 1080p വരെ സപ്പോർട്ട് ആവുന്നവരുണ്ട്, ചിലവർക്കാണെങ്കിൽ 1440 വരെ സപ്പോർട്ട് ആവുന്നവരുണ്ട്. അങ്ങനെ കുറേ വരുന്ന സപ്പോർട്ട് ആവുന്നവരുണ്ട്. പക്ഷേ യൂട്യൂബേഴ്സ് ആണെങ്കിൽ മാക്സിമം നിങ്ങളുടെ റെസൊല്യൂഷൻ നിങ്ങളുടെ ഫോണിൽ 1440 വരെ ഉണ്ടെങ്കിൽ നിങ്ങൾ 1440 ഇട്ട് തന്നെ നിങ്ങൾ റെസൊല്യൂഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രെയിം റേറ്റ് ഇവിടെ കുറേ ഫ്രെയിം റേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കുറേ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ 30 FPS 30 ഫ്രെയിം റേറ്റിൽ തന്നെ ഇടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് വേറെ ഇവിടെ ഒരു ബിറ്റ് റേറ്റ് എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. അതിൽ 2.91 Mbps എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം മിക്കവരെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങ് ഫുള്ള് ഹൈയിൽ അങ്ങിട്ട് വയ്ക്കും. ഇത് സംഭവം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത പല ഫ്രണ്ട്സും എനിക്ക് അറിയാമെന്നുള്ളതാണ് സംഭവം. ഈ ബിഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റിയെ മെൻഷൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ബിഡ് റേറ്റ്. അപ്പോൾ ബിഡ് റേറ്റ് നിങ്ങളിങ്ങനെ അടിച്ചു വാരി കൂട്ടി അങ്ങ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഞാൻ സ്ക്രീനിൽ ഒരു സ്ക്രീൻഷോട്ട് പോലത്തെ ഒരു സംഭവം ഞാൻ ഇവിടെ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫോർമാറ്റ് ഇത് യൂട്യൂബ് തന്നെ അല്ല ഗൂഗിൾ തന്നെ നമ്മുടെ ഗൂഗിളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഒരു ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നത് വഴി നിങ്ങളുടെ വീഡിയോ നല്ലൊരു ഹൈ ക്വാളിറ്റി ആയിരിക്കും. നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ വീഡിയോ ഒരു ആൻഡ്രോയിഡ് TVയിൽ കാണുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റും നല്ലൊരു ക്ലിയറും ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോസിന് നല്ലൊരു എഫക്റ്റും കാര്യങ്ങളും കിട്ടുകയും ചെയ്യും. അപ്പം ഗൈസ്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ബിഡ് റേറ്റ് ഇടുമ്പോൾ ഒരു ബിഡ് റേറ്റ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊരു മാക്സിമം നിങ്ങളൊരു 5.44 Mbps ഇടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഞാനിവിടെ ബിഡ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഞാനൊരു 3.42 Mbps എടുത്തത്. എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് കുറവാണ്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ നല്ല സ്റ്റോറേജ് പിടിക്കും. അങ്ങനെ മിക്ക വീഡിയോസ് ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ വീഡിയോസിന് വലിയ ക്വാളിറ്റി ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു HD ക്വാളിറ്റിയിൽ വീഡിയോ നിങ്ങൾക്ക് വേണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിഡ് റേറ്റ് ഒരു 5.49 ഇട്ട് നിങ്ങളെ വീഡിയോസ് എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുക.
അതായിരിക്കും മിക്കവർക്കും ബെറ്റർ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഓരോ ഫോണിലും ഓരോ രീതിയിലാണ് റെസൊല്യൂഷൻ വരുന്നത്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ സൈസിന് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, റെസൊല്യൂഷൻ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ മാക്സിമം തന്നെ ഇടുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ ഇപ്പോൾ 4K ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണെങ്കിൽ നിങ്ങൾ 4Kയിലൊന്നും മാക്സിമം ഇടാതിരിക്കുക. എന്തെന്ന് വെച്ചാൽ എല്ലാ ഫോണുകളും 4K സപ്പോർട്ടിങ് അല്ല എന്ന് പറയാം. എല്ലാ ഫോണും 4K സപ്പോർട്ടിങ് അല്ല. ചില ഫോണുകൾ 4K എന്ന് കാണും, പക്ഷേ നമ്മൾ 4Kയിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോസ് നമുക്ക് തന്നെ കാണാൻ പറ്റില്ല ഗാലറി പോകുമ്പോൾ. അങ്ങനെ ചില പ്രശ്നങ്ങൾ വരുന്നതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ 1440p തന്നെ നിങ്ങൾ റെസൊല്യൂഷൻ നോക്കുക. അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് നിങ്ങൾ ഒരു 30 വെക്കുക ഫ്രെയിം റേറ്റ്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഉണ്ട്. അവിടെ ചെന്ന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ എൻ്റെ റിപ്ലൈ എന്തായാലും തരുന്നതുമാണ്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ് കൈൻമാസ്റ്ററിൽ എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യാന്നുള്ളത്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്, എടാ കൈൻമാസ്റ്ററിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല MB പിടിക്കുന്നല്ലോ, നല്ല ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പം അവൻ വീഡിയോസ് എടുത്തപ്പോൾ അവന് വെറും 300 MB 400 MB ആയുള്ളൂ. പക്ഷേ അവനാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്തപ്പോൾ 700 സംതിങ് MB കൂടുതലായി. അപ്പം ഞാൻ അവൻ്റെ ചോദിച്ചു, എടാ നീ ബിറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോ? അവൻ പറഞ്ഞു ഇല്ല എന്ന്. അപ്പം അതായിരുന്നു പ്രശ്നം ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബിറ്റ് റേറ്റിൻ്റെ കാര്യം അതുപോലെ തന്നെ നിങ്ങളെ റെസൊല്യൂഷൻ നിങ്ങൾ സ്ക്രീനിൻ്റെയാണ് റെസൊല്യൂഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രെയിം റേറ്റ് നിങ്ങൾ മാക്സിമം നിങ്ങൾ 30 ഇടുക. 30 ഇട്ടെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും വരാനൊന്നും പോകുന്നില്ല. നിങ്ങളുടെ സ്റ്റോറേജ് ഒന്നും പെട്ടെന്ന് ഫുള്ളായി പോകില്ല. നിങ്ങളുടെ വീഡിയോസിന് നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഗൈസ്. നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ നിങ്ങൾ 30 ഇട്ട് നിങ്ങൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ നല്ല സ്റ്റെബിലൈസിങ്ങും അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയിൽ നല്ലൊരു നല്ലൊരു ഷേക്കില്ലാതെ നല്ലൊരു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മിക്കവർക്കും ഇത് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്, ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ഇറ്റ്സ് മീ നോ ആൻഡ് ബൈ.